ഗംഭീരായി. എന്ത് ഗംഭീര അച്ചോ. മേളം കാണുക കുട്ടീഷന്മാരുടെ മേളം കാണാം. അങ്ങോട്ട് പെരുക്കല്ലേ തൃശ്ശൂർ പൂരത്തിന്റെ അമിട്ട് പൊട്ടും പോലെ. ഗംഭീരല്ലേ, അതിഗംഭീരം. ഇനി എവിടെ കൊട്ട്? ഇവിടെ കുന്നത്തങ്ങാടി അയ്യപ്പ ക്ഷേത്രത്തിലാ. ആശാനാരാ? കൃഷ്ണകുട്ടിമാരാരാ? അല്ലാണ്ട് ആരാ? ആശാൻ ഇവിടെ കൊട്ടാനായിട്ട് യോഗം വേണം. ആ താളം, ആ ലയം, ആ താളികെടുപ്പും ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. നമ്മുടെ ജോസെത്തിയല്ലോ. വാ വാ വാ. ആ സൂക്ഷിക്ക് സൂക്ഷിക്ക്. അതെ, ഇല്ല മഴ പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ആ ജോസേ, പണി കിട്ടോടാ. ഇനിയും മഴയും കുത്തിയൊഴുക്കൊക്കെ ഉണ്ടാകുമ്പോ വഞ്ചി ഇറക്കോടാ. അച്ചോ, മഴക്കാറ് കണ്ട ഭയക്കുന്ന തോണിക്കാരനല്ല ഈ ജോസ്. ഇടിയും മിന്നലും കണ്ടു വളർന്നവൻ തന്നെയാ ഈ ജോസ്. അത് ശരി. ശരിയാണച്ചോ. ജോസേട്ടിന്റെ വഞ്ചിയെല്ലാം കടലാസ് വഞ്ചിയോളാ. എല്ലാരും കേറ്. അച്ചോ, വർഷങ്ങൾക്ക് മുമ്പ് യാത്രക്കാരുമായി വന്ന വഞ്ചി മുങ്ങി. എന്റെ അപ്പനായിരുന്നു തോണിക്കാരൻ. മുതലക്കുഞ്ഞുങ്ങളെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ അച്ചോ. എല്ലാവരും നീന്തി കരയിലെത്തി. ഒരു ഗർഭിണി നീന്തി കരയിലെത്തി. എന്റെ അപ്പൻ ഒടുവിലാ കരയ്ക്കെത്തിയത്. അപ്പോ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. കരയിൽ വാവിട്ട് കരയുന്ന മറിയാമ്മയുടെ കയ്യിലേക്ക് എന്റെ അപ്പൻ ആ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. ആ കുഞ്ഞാണച്ചോ വിൽസനായ ആ വിവരം കെട്ടവൻ. ജനിച്ച ഗ്രാമത്തിനോടും ജീവൻ കൊടുത്ത പുഴയോടും നന്ദിയില്ലാത്തവൻ. ഒക്കെ ശരിയാവും ജോസേ. ഞാനുണ്ടാ. വേഗം ആവട്ടെ. എടാ ഞാനുണ്ടാ. ആ ജോസേ, അങ്ങ് പിടിച്ചു കൊടുക്കടാ. ഓ, ഇതിലൊന്നുമില്ലല്ലോ. കാരണം അത് വീഴാണ്ട് വെക്കരാ. വള്ളിയമ്മ എന്താ വൈകിയേ? വള്ളിയമ്മ ரொம்ப ബിസി. പലചരക്കടയിൽ തിരക്ക്, പച്ചക്കറി കടയിൽ തിരക്ക്, എല്ലായിടത്തും തിരക്കോട് തിരക്ക്. ഒന്ന് പറയടാ ചോ. കേറി വാ. എന്റെ അമ്മേ. ഇല്ലടാ. ബാലൻസ് നോക്കടാ. ആ ആ, ശ്രദ്ധിക്കണം എല്ലാവരും. കൊണ്ട് വള്ളിയമ്മ അങ്ങോട്ട് കേറ്. ഞാൻ കേറിക്കോ. കൊട്ടടക്കം വെള്ളത്തിലേക്ക് മൂട്ടാ. ഇല്ലച്ചാ ഞാൻ നോക്കിക്കോളാന്നേ. സൂക്ഷിക്കണം പിന്നിൽ നിന്നിട്ട്. ഇല്ലടാ കുഴപ്പമില്ലടാ, ഞാൻ നോക്കിക്കോളാന്നേ. വെള്ളം കേട്ടാ, തണ്ണിയല്ല. സൂക്ഷിച്ചില്ലെങ്കിലേ ജോസ് അടക്കം വെള്ളത്തിൽ പോവും. തെറിയും ഫാദർ. മുത്തെണ്ണം വെള്ളിയാഴ്ച തമിഴ ഇന്ന് വെള്ളം കുടിക്കില്ല. കമ്പനി പണിക്കാരനായതുകൊണ്ട് ചോദിക്കുക, ഈ കമ്പനി മാലിന്യങ്ങളെല്ലാം നിങ്ങൾ എന്താ ചെയ്യണത്? കുറെ മാലിന്യങ്ങളുണ്ട്, അവരത് എന്താ ചെയ്യണെന്ന് അറിയില്ല. ഭയങ്കര വൃത്തികെട്ടമാണ്. അതൊക്കെ ഒന്ന് കുഴിച്ചു മൂടിക്കൂടെ? അതൊന്നും എനിക്കറിയില്ല. ഗണേശേട്ടാ, കമ്പനി ജോലിയെല്ലാം നന്നായി നടക്കണുണ്ടാ? മണ്ണടിച്ചിട്ട് നടക്കാൻ വയ്യെന്നാണല്ലോ ജനസംസാരം. പോട്ടെ, അല്പം ധൃതിയുണ്ട്. ആ വിൽസനെ പേടിച്ചിട്ടാ. ചീഞ്ഞ് നാരന്തെല്ലാം കുഴിച്ചു മൂടുന്ന് കരുതാം. എന്തായി നിന്റെ ജോലിക്കാര്യം? ഇന്റർവ്യൂ കഴിഞ്ഞു, ബാക്കിയെല്ലാം ഭാഗ്യം പോലെ. നീ പ്രാർത്ഥിച്ചോ, ഞാനും നന്നായി പ്രാർത്ഥിക്കടാ. ഈ സാറും അച്ഛനൊക്കെ വരുന്നുണ്ട്, ഒരു ചായ എടുക്കട്ടെ സാറേ? വേണ്ട വേല വേണ്ട, സമയമായില്ലേ, പിന്നെ ഇരിക്കാമോ? ആയിക്കോട്ടെ. അച്ഛന്റെ ചായ എടുത്തില്ലേ? ഒരു ലൈസ് നമസ്കാരം അച്ഛോ. നമസ്കാരം. ചായ കൊടുക്കും. അച്ഛോ ചായ കുടിക്ക്. വിശേഷിച്ചെന്തെങ്കിലും? വിശേഷിച്ചൊന്നുമില്ല. ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. ഓ, പിന്നെ അവരാച്ചനൊന്ന് കാണണം. ഓ ആ എത്തിയോ? അച്ഛോ, സ്തുതി. ആ ഇപ്പോഴും എപ്പോഴും സ്തുതി. വേലപ്പെട്ട ഒരു ചായ. ആ ഈ ഗ്ലാസ് ഒന്ന് ഒഴിഞ്ഞോട്ടാ. അച്ഛോ, ഈ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. വേണ്ട വേണ്ട. മണിയെ, ഇതൊരു കടവാണ്. ഇവിടെ വരുന്നവർക്ക് ഒരു ചായം ഒരു കടിയും. എന്താ വരപ്പെട്ട? അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാച്ചോ. ആ രാമൂന്ന് ഒഴിവുള്ളപ്പോ പള്ളി വരെ ഒന്ന് വരണം. നാളികേരം ഉണങ്ങാറായി. അച്ഛനൊരു കാര്യം ചെയ്യേ, തേങ്ങാക്കോലയുടെ ഫോട്ടോ എടുത്ത് എന്റെ വാട്സാപ്പിലേക്ക് വിട്. ഇത് എന്റെ കാർഡ്. രാമു, നീ മിടുക്കനാണല്ലോ. നിങ്ങളൊക്കെ വിളിച്ചാലേ വരാന്നൊക്കെ പറയും, പക്ഷെ വരവുണ്ടാവില്ല. കാലം മാറിയല്ലോ, ഞാനൊന്നും മാറി. എന്നാൽ രാമുവിന്റെ മനസ്സ് മാറിയിട്ടില്ല. അച്ഛൻ വിളിച്ച വരും. ഈ രാമു തീർച്ചയായും വരും. രാമു, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അച്ചോ, നമ്മുടെ രാമു പറഞ്ഞത് അച്ചിട്ടാ. അച്ഛ ഇടയ്ക്കിടയ്ക്ക് വരണം. എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടാവും. അച്ചോ,
അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായ മാത്രം മതി. ഞങ്ങൾക്കത് മതി അച്ചോ. അക്കരെയുള്ള അച്ഛൻ ഞങ്ങളുടെ കൂടെയാണേ. അവൻ ഒരു സാധു അച്ഛൻ ഇടയ്ക്കൊക്കെ വരണം. അച്ഛനൊരു ചായ എന്നും ഇവിടെ ഉണ്ടാവും. ശരി എന്നാ ഞാൻ പറ്റേ അത് പറ്റില്ല എഴുതിക്കോ. എന്നും പിന്നെ കാണാം. ആ, ശരി ശരി ശരി. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് മുതലാളി. ആ പയ്യെ കിട്ടിയ നാളേരങ്ങളൊക്കെ മാർക്കറ്റ് കൊണ്ടുകൊടുക്കണം. ചെയ്യാം. അതിന്റെ കണക്കൊക്കെ നീ കൃത്യമായി സൂക്ഷിക്കണം. അത് ഞാൻ ഏറ്റു. മനസ്സിലായടാ പയ്യെന്ന് എനിക്ക്. മുതലാളി മനസ്സിലായി. അച്ഛൻ വരുന്നുണ്ടല്ലോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കച്ചു. എന്തുട്ടച്ച വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുറേശ്ശെ അങ്ങ് പറയാം. പള്ളി പൊളിച്ചു പണിയാൻ ഇടവക്കാർ തീരുമാനിച്ചോ? പള്ളികളൊക്കെ പൊളിച്ചു പണിയുന്നത് ഇപ്പൊ ഒരു സ്റ്റൈലച്ചോ. ഞൊട്ടും അത് വീട്ടിൽ പോയി പറഞ്ഞാ മതി. ഓ, അതിപുരാതനമായ ഒരു പള്ളിയാണ്. അതിന്റെ ഒരു കല്ലുമെങ്ങാനും തൊട്ടാണ്ടല്ലോ, പിന്നെ ഞാൻ ലോഹങ്ങ് മടിക്കാ കുത്തും. ഞാൻ പഴയ പടമാടന. ഓ, എന്റെ അപ്പന്റെ അപ്പൻ പ്രാർത്ഥിച്ചിരുന്ന പള്ളിയാ. അത് പൊളിപ്പിക്കരുത് അച്ചോ. ഞാൻ വാക്കാ തരുന്നത്. ആ പള്ളി ആരും തൊടില്ല. ഇത് പടമാടനാ പറയണത്. പിന്നെ അവരാച്ചോ, ഞാൻ വന്ന് മറ്റൊന്ന് പറയാനാ. ആൾത്തറയിലെ ഭർത്താവിന്റെ രൂപം കാലപ്പഴക്കം കൊണ്ട് വിള്ളൽ വീണു. മെയിൻറ്റെയിൻസ് ഒരുപാട് ചെയ്തു, ഒരു രക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ അത് മാറ്റിയ പോരെ. എന്റെ അച്ഛോ, ഇത്രയും കാശ് ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ? ഞാൻ ഈ ഇടവകയിലെ ഒരു സാധു കുഞ്ഞാടായി കർത്താവിന്റെ കൃപ കൊണ്ട് ജീവിച്ചോട്ടച്ചോ. അങ്ങനൊരു പരിഹാരത്തിന് വേണ്ടിയല്ലേ അവരച്ഛനെ കാണാൻ വന്നത്. അവറാച്ചൻ തന്നെ, മാളിയേക്കല്ല അവറാച്ചൻ തന്നെ. എന്നാ അവറാച്ചനല്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടത്തെ കാര്യസ്ഥൻ റപ്പായിട്ടാ. എത്ര ലക്ഷം വേണമെങ്കിലും എന്റെ മുതലാളി ചെലവാക്കും. എന്നാ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ വല്ല ആപ്പൂപ്പ് സാമാനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാലേ വിവരം അറിയും. അല്ല മുതലാളി? അച്ഛനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടിട്ടാ. നമ്മുടെ പുഴയോരത്തുള്ള ആ ഫാക്ടറിയിലെ അത് കണ്ണാടിപ്പുഴ നാശാക്കണമെന്ന് ബാലനും മാഷും പറയണത്. രവി മാഷല്ലേ? അദ്ദേഹം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അതിനെ കൂട്ടി നിൽക്കണത് നമ്മുടെ ഇടവേഗയിലെ വിൽസനും അവന്റെ അപ്പനായ മത്തായും 4 കുടുംബക്കാരും കൂടിയിട്ടുണ്ട്. അച്ഛൻ മത്തായി നിന്ന് കാണട്ടാ. ഇത് നെല്ലിക്കേന്റെയും മാങ്ങേന്റെയും പൈസയാണ്. മിഠായിന്റെ നാളെ തരാം. ശരി. ഇതിനെന്താ 10 രൂപ. നല്ല സാധനമാണോ? പിന്നെ അല്ലാണ്ട് രാമോ, വടക്കോട്ടാണെങ്കിൽ വടക്കാൻ വേണ്ട നോക്കണേ, അല്ലെങ്കിൽ തെക്കോട്ട് എടുക്കേണ്ടി വരും. മത്തായി, മത്തായി, മത്തായി. അച്ഛനോ? ആ, എന്താണോ വിശേഷിച്ചേ? ഈയിടെ കുർബാനയ്ക്കൊന്നും കാണുന്നില്ലല്ലോ. പണിത്തിരിക്കലാണ് അച്ചോ. എന്തിനും ഏതിനും മുതലാളിക്ക് ഞങ്ങൾ വേണം. നല്ല കാര്യം. തൊഴിലെടുക്കുന്നത് പ്രാർത്ഥനയ്ക്ക് തുല്യ. വീട്ടുകാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ തൊഴിൽ അത്യാവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ തൊഴിലുകൊണ്ട് ഈ ഗ്രാമത്തിനോ നാട്ടുകാർക്കോ കുഴപ്പമുണ്ടാകരുത്. നാട്ടുകാരുടെ വാക്കായിട്ട് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരണ്ട. ഇവിടെ ഇപ്പോഴേ 2 ചേരിയ. കമ്പനിയെ അനുകൂലിക്കുന്നവരെ ഞങ്ങള്, തൊഴിൽ വേണമെന്ന് വാദിക്കുന്നവര്. ഞാൻ നന്മയുടെ ഭാഗത്താ. അച്ഛോ, അപ്പൊ ഞങ്ങള് തിന്മയുടെ ഭാഗത്തും. നന്മയും തെന്മയും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഉപജീവനാണ് പ്രശ്നം. കഷ്ടപ്പാടുള്ള ഒരു കുടുംബത്തെ പള്ളിക്കും പട്ടക്കാരനും എക്കാലത്തും രക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ കമ്പനിയുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് നേട്ടമുണ്ടാവുമ്പോൾ നാളെ ഈ ഗ്രാമം കഷ്ടത്തിലാവും. അച്ചോ, ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എന്റെ കുടുംബമായിട്ട് എനിക്ക് വലുത്. അത് നിന്റെ സ്വാർത്ഥമല്ലേ മത്തയ്യേ? കൂട്ടം തെറ്റി പറക്കരുത്. പറഞ്ഞാൽ വേട്ടക്കാരങ്ങ് വെടിവെച്ച് വീഴ്ത്തും. ഇങ്ങോട്ട് ആ വെടി വെക്കാൻ അപ്പൊ കാണാൻ തരുന്നേരം. അച്ഛൻ പോ. അച്ഛൻ വേദാന്തൊന്നും പറയണ്ട. വിൽസ, ജീവൻ തുരിച്ചെന്ന പുഴയെ നീ മറക്കരുത്. പലതും മറന്നില്ലെങ്കിലേ ജീവിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ എന്തായാലും നിങ്ങളുടെ മുതലാളി കാണുന്നുണ്ട്. അത് നടക്കില്ല അച്ഛോ. അതിന് നിന്റെ തടസ്സം എനിക്ക് പുല്ലണ്ട. അച്ഛനെ കടത്തി വിടില്ലട്ടാ. വാശി പിടിക്കല്ലേ? വാശി തന്നെയാണ് അച്ഛാ. മോനെ വിൽസ, നീ ലോഹയുടെ വികാരി അച്ഛനെ കണ്ടിട്ടുള്ളോ? ലോഹയ്ക്കുള്ളിലെ പടമാടൻ പത്രസ്നേ നിനക്കറിയില്ല. നിന്റെ അമ്മയുണ്ടല്ലോ മറിയാമ്മ, ഇവൾക്കറിയാം ഈ പടമാടൻ പത്രസ്നെ. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ. അച്ഛനാണ് നോക്കില്ല, അടിച്ചു തട്ടലോടിക്കും. ഓലെത്തും.
പുറംകാലം കൊണ്ട് ചവിട്ട് വെച്ച് കൊടുത്താണ്ടല്ലോ നീ കക്കും. ഇവളിൽ നിന്ന് മോന്തി വലിച്ച മോലപ്പാല് വേണ്ട. നാട്ടലൊടിക്കാൻ വന്ന പീരച്ചക്കൻ. കന്നാലേ പാടമാടുന്നോണ്ട് പണിയെടുപ്പിക്കല്ലേ. മത്തയെ നിന്നോടും കൂടിയ പറയട്ടാ. മറിയാമ്മേ, ഞാൻ തന്നെ പെശകാണെന്ന് നിനക്കറിയാലോ. ഇവരുടെ ത്രാട്ടൊന്നും പാടമാടുന്നോട് വേണ്ടെന്ന് പറഞ്ഞേക്കേ.